അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ടോസ് അക്കാഡമി ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് HSI നോട്ടിഫിക്കേഷൻസ് പുറപ്പെടുവിച്ചതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ടാണ്. അപ്പൊ ഈ ഒരു പുതുവർഷം 2025 എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഒരു സർപ്രൈസ് എന്നോണമാണ് നോട്ടിഫിക്കേഷനുമായിട്ട് PSC നിങ്ങളെ വരവേറ്റത് അല്ലെ. നമ്മൾ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. എസ്പെഷ്യലി ഫിസിക്കൽ സയൻസുകാര് ഒരു സംശയത്തിന്റെ മുൾമുനയിലായിരുന്നു. നോട്ടിഫിക്കേഷൻ ഡിസംബർ 31 വരുമെന്ന് പറഞ്ഞപ്പോൾ പോലും ഒരു 90% ആൾക്കാരും ഒരു സംശയത്തിന്റെ നിഴലിൽ തന്നെയായിരുന്നു. ഈ കേസ് നടക്കുന്നുണ്ടോ, അതിന് കേസിന് വിധിയായോ, നോട്ടിഫിക്കേഷൻ വരുമോ, ഇനി വന്നാൽ തന്നെ എക്സാം എപ്പോഴായിരിക്കും എന്നൊന്നും ഒരു ഉറപ്പില്ലാത്തൊരു രീതിയിലായിരുന്നു കുട്ടികളെല്ലാം തന്നെ. പക്ഷെ അതിനെല്ലാം കൃത്യമായ ഒരു ഉത്തരവും നൽകിക്കൊണ്ടാണ് നമ്മുടെ കേരള PSC നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒരു നമ്മളെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഡേറ്റ്. കാരണം ഫിസിക്കൽ സയൻസ് പരീക്ഷ നടക്കുമോ ഇല്ലയോ എന്നൊരു സംശയത്തിന്റെ മുൾമുനയിൽ എല്ലാവരെയും നിർത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അവര് ഡേറ്റ് ഓഫ് എക്സാം, അതായത് മന്ത് ഓഫ് എക്സാമിനേഷൻ വരെ അനൗൺസ് ചെയ്തുകൊണ്ടാണ് നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഏതൊക്കെ നോട്ടിഫിക്കേഷൻസ് ആണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. കാറ്റഗറി നമ്പർ 605 2024 ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മാധ്യമം. ശമ്പള സ്കെയില് 41,300 മുതൽ 87,000. ജില്ലാ അടിസ്ഥാനത്തിലെ ഒഴിവുകളുടെ എണ്ണം ആന്റിസിപ്പേറ്ററി വേക്കൻസീസ് ആണ്, പ്രതീക്ഷിത ഒഴിവുകളാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ HST HSA എല്ലാ തസ്തികകളുടെയും ശമ്പള സ്കെയിൽ എല്ലാം ഒരുപോലെയാണ്, 41,300 മുതൽ 87,000 വരെ. അപ്പൊ ഞാനത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ കാറ്റഗറി നമ്പർ 605 2024 ഹൈസ്കൂൾ ടീച്ചർ ഫിസിക്കൽ സയൻസ് മലയാളം മീഡിയം. കാറ്റഗറി നമ്പർ 604 2024 ഹൈസ്കൂൾ ടീച്ചർ ഹിന്ദി വിഷയം. അതുപോലെ തന്നെ കാറ്റഗറി നമ്പർ 603 2024 ഹൈസ്കൂൾ ടീച്ചർ ഇംഗ്ലീഷ്. കാറ്റഗറി നമ്പർ 602 2024 ഹൈസ്കൂൾ ടീച്ചർ നാച്ചുറൽ സയൻസ് മലയാളം മാധ്യമം. കാറ്റഗറി നമ്പർ 601 2024 ഹൈസ്കൂൾ ടീച്ചർ മലയാളം. ഈ പറഞ്ഞിരിക്കുന്ന ഫിസിക്കൽ സയൻസിനും നാച്ചുറൽ സയൻസിനും അതുപോലെ ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ തസ്തികകൾക്ക് ജില്ലാ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിത ഒഴിവുകളാണ് PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പ്രതീക്ഷിതമാണ്, ആന്റിസിപ്പേറ്ററി വേക്കൻസീസ് ആണ്. എന്നാൽ ഗണിതശാസ്ത്രത്തിലേക്ക് പോകുമ്പോൾ കാറ്റഗറി നമ്പർ 600 2024 അത് ഹൈസ്കൂൾ ടീച്ചർ ഗണിതശാസ്ത്രം മലയാളം മാധ്യമം തസ്തിക മാറ്റം വഴിയുള്ള റിക്രൂട്ട്മെന്റില് കൃത്യമായിട്ട് ജില്ലാ അടിസ്ഥാനത്തില് എന്ത് പറയുന്നുണ്ട്, ഒഴിവുകളുടെ എണ്ണം പറയുന്നുണ്ട്. പാലക്കാടിന് 1, കാസർഗോഡിന് 1, അങ്ങനെ കൃത്യമായ ഒഴിവുകൾ ബൈ ട്രാൻസ്ഫറിൽ പറയുന്നുണ്ട്. കാറ്റഗറി നമ്പർ 599 2024 ഹൈസ്കൂൾ ടീച്ചർ ഗണിതശാസ്ത്രം. അത് നേരിട്ടുള്ള നിയമനത്തിന്റെ കാറ്റഗറി നമ്പർ ആണ്, ബൈ ട്രാൻസ്ഫർ അല്ല. അതില് ജില്ലാ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ പോലെ പ്രതീക്ഷിത ഒഴിവുകളാണ്. ബൈ ട്രാൻസ്ഫർ പറഞ്ഞിരിക്കുന്നതിനകത്ത് കൃത്യമായിട്ട് ജില്ലകളുടെ ഒഴിവുകൾ മാത്തമാറ്റിക്സിന് പറയുന്നുണ്ട്. അല്ലാത്ത പക്ഷം ബാക്കി എല്ലാ HSA വിഷയങ്ങൾക്കും ജില്ലാ അടിസ്ഥാനത്തിൽ പ്രതീക്ഷിത ഒഴിവുകളാണ് നമ്മൾ PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഫിസിക്കൽ സയൻസുകാരുടെ
അവരുടെ ഒരു വലിയ ഒരു സംശയവും കാര്യങ്ങളൊക്കെയായിരുന്നു അവരുടെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനെല്ലാം വ്യക്തമായ ഒരു ഉത്തരം നൽകിക്കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. യോഗ്യതകൾ പറയുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ സർവകലാശാലകൾ നടത്തിയിട്ടുള്ളതോ അംഗീകരിച്ചിട്ടുള്ളതോ നൽകിയിട്ടുള്ളതായ ബിരുദവും ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയുള്ള BEd BT ബിരുദവും ഉണ്ടായിരിക്കണം. കേരള സർക്കാർ ഈ തസ്തികയ്ക്കായി നടത്തുന്ന കേറ്ററ്റ് കാറ്റഗറി 3 പാസ്സായിരിക്കണം. ഇക്വലന്റ് ഓർ ഹയർ ക്വാളിഫിക്കേഷനും ആവാം. 17/7/65 GO പ്രകാരമുള്ള പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ ഇവയിൽ ഏതെങ്കിലും പാസാക്കിയ നിയമപ്രകാരം സ്ഥാപിതമായിട്ടുള്ളതോ UGC അംഗീകൃതമായിട്ടുള്ളതോ ആയ സർവകലാശാലകൾ നൽകുന്ന ഡിഗ്രികൾ, ഡിപ്ലോമകൾ ഇവ സർക്കാർ സർവീസിലേക്കുള്ള നിയമനങ്ങൾക്ക് സ്വീകാര്യമാണ്. അതുപോലെ തന്നെ എക്സംഷൻ പറയുന്നത് ബന്ധപ്പെട്ട വിഷയത്തിൽ CTET, NET, SET, MPhil, PhD അതുപോലെ MEd ഇവയൊക്കെ നേടിയിരിക്കുന്നവർക്ക് കാറ്റഗറി 3 കേറ്ററ്റ് യോഗ്യതയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ PSCയുടെ സൈറ്റിൽ പല കുട്ടികളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് ആർക്കും സെറ്റ് ഹയർ ക്വാളിഫിക്കേഷനും ഉള്ള അല്ലെങ്കിൽ കേറ്ററ്റ് ഇല്ലാതെ ഹയർ ക്വാളിഫിക്കേഷൻസുമായിട്ടുള്ള നിൽക്കുന്ന കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ടെക്നിക്കൽ ഇഷ്യൂസ് ആകാനാണ് 99.99% ഇതിന്റെ സാധ്യത. PSCക്കുള്ള മെയിലുകളും കാര്യങ്ങളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നേരിട്ട് അന്വേഷണങ്ങൾ ഇപ്പൊ ഈ ഒരു ദിവസങ്ങളിൽ അവധി ആയതുകൊണ്ടാകാം, ഉറപ്പായിട്ടും PSC അതിനൊരു വ്യക്തമായ ഒരു ഉത്തരം നൽകുകയും ആ ടെക്നിക്കൽ എറർ മാറ്റിക്കൊണ്ട് തന്നെ എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറും. കാരണം അവരുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ വ്യക്തമായി പറയുന്നുണ്ട് ഉയർന്ന ബിരുദം നേടിയിരിക്കുന്നവർ അല്ലെങ്കിൽ ഉയർന്ന ക്വാളിഫയിങ് എക്സാംസ് നേടിയിരിക്കുന്നവരെല്ലാം തന്നെ ഈ കേറ്റഡ് കാറ്റഗറി 3യിൽ നിന്ന് എക്സംഷൻ ആണ്. അതുമൂലം തന്നെ അവർക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. ഇപ്പോൾ നിലവിൽ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ടെക്നിക്കൽ എറർ ആണ്. അത് എത്രയും പെട്ടെന്ന് മാറുകയും നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരികയും തന്നെ ചെയ്യും. അപ്പൊ എല്ലാവരും തന്നെ നിങ്ങൾ PSCയെ മെയിൽ വഴി അറിയിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആരെങ്കിലും ചെയ്ത് അത് റെഡി ആക്കുമെന്ന് വിചാരിച്ചിരിക്കരുത്. നമ്മൾ നമ്മുടെ എഫേർട്ട് ഇടുക തന്നെ വേണം. ഓക്കെ, ഇനി ഫിസിക്കൽ സയൻസിന് കേസും കാര്യങ്ങളും ഒക്കെ എല്ലാവർക്കും അറിയാം. എല്ലാവരും വളരെ അപ്ഡേറ്റഡും ആയിരുന്നു. അതിന്റെ കൃത്യമായ കാര്യങ്ങൾ പറയുന്നുണ്ട്. 2019 വരെയുള്ളവർക്ക് സബ് ഒന്നും ഇല്ല എന്നുള്ള കൃത്യമായ കുറിപ്പ് PSC നോട്ടിഫിക്കേഷനോടൊപ്പം നൽകുന്നുണ്ട്. ഈ തസ്തികയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് SLPC നമ്പേഴ്സ് 14935, 14936 ഓഫ് 2022 എന്നിവയിന്മേൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ അന്തിമ വിധിന്യായത്തിന് വിധേയമായിരിക്കുന്നതാണ്. ഫിസിക്സ്, കെമിസ്ട്രി മുഖ്യ വിഷയമായും അതോടൊപ്പം കെമിസ്ട്രി, ഫിസിക്സ് സബ്സിഡിയറിയായും പഠിച്ച ബിരുദം നേടിയിരിക്കണം. കൃത്യമായി എന്റെ GO പറയുന്നുണ്ട്, ഗവൺമെന്റ് ഓർഡർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 6/6/2019 വരെ ഫിസിക്സ് അഥവാ കെമിസ്ട്രി എന്നിവയിൽ ഏതെങ്കിലും മുഖ്യ വിഷയമായോ സബ്സിഡിയറി ഉപവിഷയമായോ പഠിച്ച് ബിരുദം നേടിയവരെയും 6/6/2009 ഇതേ രീതിയിൽ പ്രസ്തുത കോഴ്സ് പഠിച്ചു വരുന്നവരെയും മേൽ വ്യവസ്ഥയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കൃത്യമായിട്ട് നിങ്ങൾക്ക് സബ് ഇഷ്യൂന്റെ റിലേറ്റഡ് കാര്യങ്ങൾ അവർ പറഞ്ഞു തന്നിട്ടുണ്ട്. ഫിസിക്സും കെമിസ്ട്രിയും സബ്സിഡിയറി ആയിട്ടുള്ള ജിയോളജി ബിരുദവും BEd ഫിസിക്കൽ സയൻസ് യോഗ്യതയും ഈ തസ്തികയ്ക്ക് തുല്യമായി പരിഗണിക്കുന്നതാണ്. അപ്പോ ജിയോളജി, BSc ജിയോളജി അല്ലെങ്കിൽ ജിയോളജി പഠിച്ച കുട്ടികൾ സബായിട്ട് ഫിസിക്സും കെമിസ്ട്രി പഠിച്ചു BEd ഫിസിക്കൽ സയൻസിലാണ് എങ്കിൽ നമുക്ക് അവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ബന്ധപ്പെട്ട വിഷയത്തിൽ നേടിയിട്ടുള്ള MPhil യോഗ്യത കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ളതോ കേരളത്തിലെ ഏതെങ്കിലും ഒരു അംഗീകൃത സർവകലാശാല തത്തുല്യമായി അംഗീകരിച്ചതോ ആയിരിക്കണം. പുറത്തുനിന്ന് MPhil എടുത്തിട്ടുള്ളവരാണെങ്കിൽ കേരളത്തിലെ ഒരു അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റിയുടെ ഇക്വലൻസി സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ NCERT-യുടെ അതൊക്കെ വളരെ റെയർ ആയിട്ട് എഫക്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ്. NCERT-യുടെ മൈസൂരിലെ റീജിയണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ നടത്തുന്ന ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സ്ട്രീമിലുള്ള BSc ED യോഗ്യത നേടിയവർക്കും ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അങ്ങനെ സബിന്റെ ഇഷ്യൂസ് എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ട് വ്യക്തമായ ഒരു നോട്ടിഫിക്കേഷൻ ആണ് ഇത്തവണ PSC പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ പരീക്ഷകളുടെ എല്ലാം ബൈ ട്രാൻസ്ഫർ ഉൾപ്പെടെയുള്ള എല്ലാ പരീക്ഷകളുടെയും ടെന്റേറ്റീവ് ഡേറ്റ് വരെ കൃത്യമായിട്ട് PSC അറിയിച്ചിട്ടുണ്ട്. 2025 ഓഗസ്റ്റ്, ഒക്ടോബർ മാസങ്ങളിൽ, ഈ ഒരു ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിൽ നമുക്ക് പരീക്ഷ പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ എല്ലാരും തന്നെ ഇനി ഇത് പരീക്ഷ നീണ്ടുപോകുമോ എന്നൊന്നും വിചാരിക്കരുത്. ഉറപ്പായിട്ടും ഉടനെ തന്നെ പരീക്ഷ ഉണ്ടാവും. അപ്പൊ എല്ലാവരും തന്നെ പരീക്ഷയ്ക്ക് വേണ്ടി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുക.
ടോസ് അക്കാഡമി കോച്ചിങ് HSAക്ക് പ്രൊവൈഡ് ചെയ്യുന്ന വിഷയങ്ങൾ HSA മാത്തമാറ്റിക്സ്, HSA ഇംഗ്ലീഷ്, HSA ഫിസിക്കൽ സയൻസ്, HSA നാച്ചുറൽ സയൻസ് എന്നിവയാണ്. ടോസ് അക്കാഡമിയുടെ പ്രത്യേകതകൾ റെക്കോർഡഡ് ആൻഡ് ലൈവ് സെഷൻസ് ഉണ്ടായിരിക്കുന്നതാണ്. PDF നോട്ടുകൾ, ക്വസ്റ്റ്യൻ ബാങ്കുകൾ, വീക്ക്ലി ടെസ്റ്റുകൾ, വാട്സ്ആപ്പ് വഴി തന്നെയുള്ള ആരാണോ നിങ്ങളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി അവരുമായിട്ട് നേരിട്ടുള്ള ഡൗട്ട് ക്ലിയറൻസ്, EMI പേയ്മെന്റ് ആണ്. ഒറ്റയടിക്ക് ഫീസ് നിങ്ങൾ അടയ്ക്കേണ്ടതില്ല. നമ്മളുടെ സിലബസിൽ നിങ്ങൾക്കറിയാം HSA എന്ന് പറയുമ്പോൾ 8 മുതൽ 10 വരെയുള്ള കുട്ടികളെ പഠിപ്പിക്കണമെങ്കിൽ പോലും നിങ്ങളുടെ സിലബസ് നോക്കുമ്പോൾ ഒരു ഡിഗ്രി MSc ലെവൽ അല്ലെങ്കിൽ MA ലെവൽ സിലബസ് ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അതിനെ അനുസരിച്ചുകൊണ്ടുള്ള ഒരു കോച്ചിങ് പാക്കേജ് ആണ് ടോസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. SCRT, NCRT ഡിഗ്രി ലെവൽ ടോപ്പിക്സുകൾ എല്ലാം കവർ ചെയ്തുകൊണ്ടുള്ള ഒരു പാക്കേജ് ആണ് ടോസ് അക്കാഡമി നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ്, മോഡൽ എക്സാംസ്, റിവിഷൻ എക്സാംസ് എല്ലാം തന്നെ ഈ പാക്കേജിൽ ഉൾപ്പെടും. അതുപോലെ നിങ്ങൾ ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ 1 വീക്ക് ഡെമോ ക്ലാസ്, ഒരു മോക്ക് ടെസ്റ്റും അറ്റൻഡ് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രം നമ്മളുടെ കോച്ചിങ്ങിന് ജോയിൻ ചെയ്താൽ മതിയാവും. സോ ഒരു 1 വീക്ക് ഡെമോ പാക്കേജും കൂടി ഇതിൽ ഉൾപ്പെടുന്നതായിരിക്കും. സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. താങ്ക്